ഹലോ. ഇന്ന് ഓഫായതുകൊണ്ട് തന്നെ ഒരു മണി 1:30 വരെ ഞാൻ സുഖമായി കിടന്നുറങ്ങി. പിന്നെ എണീച്ച് വന്നപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും കൂടി ബ്രഞ്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഒന്നും സെറ്റാക്കാൻ ഉണ്ടായിരുന്നില്ല. നല്ല ചെറുപയർ കഞ്ഞി ഇരിപ്പുണ്ടായിരുന്നു. അത് ഇന്നത്തെ അല്ല, ഇന്നലത്തെ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ ഓൾറെഡി കഞ്ഞിയെല്ലാം സെറ്റാക്കി വെച്ചപ്പോഴാണല്ലോ മന്തി വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം വന്നത്. അപ്പോൾ എൻ്റെ മുന്നിൽ ഒരു ഡിമാൻഡേ വെച്ചുള്ളൂ, ഇന്നുണ്ടാക്കി കഞ്ഞി മൊത്തം നീ നാളെ കുടിച്ച് തീർക്കണമെന്ന്. അപ്പം പിന്നെ അപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിന്മേൽ ഞാൻ സമ്മതിക്കുകയും ചെയ്തായിരുന്നു. പിന്നെ കഞ്ഞി എൻ്റെ ഫേവറേറ്റ് ഫുഡിൽ ഒന്നായതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ റൂംമേറ്റ് വന്നിട്ട് പറഞ്ഞു, താളി അരച്ച് വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിനക്ക് തലയിൽ തേച്ച് വരാം, നീ പോയി തല കഴുകുന്നു. അപ്പം പിന്നെ എനിക്ക് താളിയെല്ലാം തേച്ച് തന്ന് അവൾ ഷിഫ്റ്റിന് പോയി. പിന്നെ ഞാൻ ഒരു കുളിയെല്ലാം പാസ്സാക്കി വന്ന് കുറേ നേരം പുറത്തോട്ട് നോക്കിയിരുന്നപ്പോൾ കുറച്ച് വേസ്റ്റ് കളയാനുണ്ടായിരുന്നു റൂമിൽ. എന്നാൽ പിന്നെ വൈകിക്കേണ്ട, നമുക്ക് വേസ്റ്റും കളഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഒരു 10 അടി നടന്നപ്പോഴത്തേനും എനിക്ക് വിശന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചേ പറ്റൂ. അങ്ങനെ ഞങ്ങളൊരു ഷവർമയും പിന്നെ ഒരു ബനാന ജ്യൂസും കൂടി ബുക്കാക്കി. അങ്ങനെ ആദ്യം ബനാന ജ്യൂസ് വന്നു. ഫസ്റ്റ് ഷവർമ ഓൾറെഡി വന്നായിരുന്നു. പിന്നെ ഞങ്ങൾ ബനാന ജ്യൂസിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ഈ സ്ട്രോ ആണെങ്കിൽ അതിനകത്തോട്ട് കുത്തിയിട്ടും സെറ്റാവുന്നേ ഉണ്ടായിട്ട് ഞാൻ കുറേ ട്രൈ ആക്കി നോക്കി. അവസാനം എങ്ങനെയൊക്കെയോ അത് സെറ്റായി വന്നു. ഷവർമ ഞങ്ങൾ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബനാന ജ്യൂസ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. സംഭവം കുഴപ്പമില്ലായിരുന്നു. അതിനകത്ത് കുറച്ച് ബനാനയുടെ ടേസ്റ്റ് കൂടുതലായിരുന്നു. പിന്നെ ബനാന ജ്യൂസിൽ പിന്നെ ബനാനയുടെ ടേസ്റ്റ് അല്ലാണ്ട് പിന്നെ വേറെ എന്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവാനല്ലേ. അങ്ങനെ ഞാൻ ഇത്തിരി ഭംഗി കൂട്ടാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഇത്തിരി ആപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു ആപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു. ആ ഒരു ആപ്പിളും പിന്നെ ഒരു വാനില ഐസ്ക്രീമും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അതും കൂടി നമുക്ക് ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പിന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ആഡ് ഓൺ ചെയ്ത് എൻ്റേതായിട്ടുള്ള കുറച്ച് റെസിപ്പി ആക്കി എടുക്കാൻ എനിക്കൊരു പ്രത്യേക താല്പര്യമാണെന്നും കൂട്ടിക്കോ. അങ്ങനെ സംഭവം ഇതിനകത്ത് പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. ഒരു ആപ്പിൾ കട്ട് ചെയ്തൊന്ന് വാനില ഐസ്ക്രീം ഇട്ടൊന്ന് മിക്സ് ആക്കുന്നു. അത് ടേസ്റ്റ് ഉണ്ടാവുന്ന ഏത് പൊട്ടിനറിയാം. എന്നാലും എൻ്റെ മനസ്സിന് ഒരു സന്തോഷം അത്രേ ഉണ്ടായുള്ളൂ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ കുടിച്ചപ്പോൾ എൻ്റെ മനസ്സിന് നിർവൃതി അണയാന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ ലീവ് ഇവിടെ തീരുകയും ചെയ്തു. ഇനിയിപ്പോൾ നാളെ തൊട്ട് ഡ്യൂട്ടിക്ക് പോകണമെന്നുള്ള